പ്രതിഷേധത്തിൽ ദേശവിരുദ്ധ ശക്തികൾ കടന്നുകൂടിയതായി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. പോലീസിന് നേരെ കല്ലെറിയാൻ ജമ്മു കശ്മീരിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ ഇറക്കിയതായി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻ കുമാർ മിശ്ര ആരോപിച്ചു. പ്രമുഖരായ വ്യക്തികൾക്കും രക്ഷകർത്താക്കൾക്കും അയച്ച തുറന്ന കത്തിലാണ് പരാമർശം. പാകിസ്ഥാനിൽ നിന്നടക്കം ആക്രമണത്തിന് പ്രോത്സാഹനം ലഭിക്കുകയാണ്. വിദ്യാർത്ഥികളെ അക്രമ സമരത്തിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിക്കണമെന്നും മനൻ കുമാർ മിശ്ര ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, അപ്പോൾ ഈ കലാപത്തിന്റെ ലക്ഷ്യം കൃത്യമാണ്, വ്യക്തമാണ്. ഡൽഹിയിലെ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി പാറ്റകൾ ചിറകടിച്ചത് പാകിസ്ഥാന് വേണ്ടിയാണ്, ഖാലിസ്ഥാന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ ഡൽഹി BP ഹൗസിൽ ചർച്ച പുരോഗമിക്കുകയാണ്. JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഒക്കെ ചർച്ച നടത്തുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്? ഐസൻ. അശ്വതി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചർച്ചകൾ തുടരുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു പരാമർശം കൂടി ഇപ്പോൾ ഇത് വിഷയവുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ നൽകിയ ഒരു കത്ത്, ഒരു തുറന്ന കത്താണ്. മനൻ കുമാർ മിശ്രയുടെ തുറന്ന കത്തിൽ വളരെ കൃത്യമായ ചില സൂചനകളുണ്ട്. ആ സൂചനകളിൽ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ, രാഹുൽ ഗാന്ധി എന്ന പേര് പരാമർശിക്കാതെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജോർജ് സോറോസുമായി നേരിട്ട് ബന്ധമുണ്ട്. ജോർജ് സോറോസ് ഭീകരതയെയും അതുപോലെ തന്നെ രാജ്യത്തെ ഛിദ്രിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾക്കും ഫണ്ട് നൽകുക വരെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്നും പണം പോലും കൈപ്പറ്റിയാണ് ഇത്തരം നീക്കങ്ങളെല്ലാം തന്നെ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് കൃത്യമായൊരു സൂചന നൽകുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഏറ്റവും നിർണായകമായ ഗൗരവമായ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ നടത്തിയിരിക്കുന്ന പരാമർശത്തിൽ ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൽ നിന്നും ഉൾപ്പെടെയുള്ള യുവാക്കളെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിന്, അതായത് പോലീസിന് നേരെ കല്ലെറിയുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട് ഈ പാറ്റ സമരക്കാർ എന്ന കൃത്യമായൊരു നിലപാട് അതിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ പിന്തുണ ലഭിക്കുന്നുണ്ട് ഈ പാറ്റ പാർട്ടിയുടെ, അല്ലെങ്കിൽ ഈ പാറ്റ സംഗമത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന CJPയുടെ നീക്കങ്ങളെ കൃത്യമായും പ്രചരണം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും വലിയൊരു നിർദ്ദേശം കൂടി അദ്ദേഹം സാധാരണ വ്യക്തികൾക്ക് കൂടി നൽകുന്നത്, രക്ഷാകർത്താക്കൾക്കും അതുപോലെ തന്നെ പ്രൊഫഷണലുകൾക്കും നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് തങ്ങളുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള തെറ്റായ സമര രീതിയിലേക്ക് പോകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നും അത് രാജ്യത്തിൻ്റെ ആവശ്യമാണെന്നും രാജ്യം ഒരു സങ്കീർണാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലമാണുള്ളതെന്നും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗികമായ കത്തായി തന്നെ അദ്ദേഹം ഈ കാര്യം പരാമർശിക്കുമ്പോൾ വിഷയത്തിന് ഏറെ ഗൗരവമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്. CJP പ്രതിഷേധത്തിൽ ദേശവിരുദ്ധ ശക്തികൾ കടന്നുകൂടിയതായാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസിന് നേരെ കല്ലെറിയാൻ ജമ്മു കശ്മീരിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആളെ ഇറക്കിയതായി. അതായത് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന 95% വിദ്യാർത്ഥികളല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഐസൻ ജോസ് ഇപ്പോൾ വ്യക്തമാക്കിയത്.